ഗൾഫിലേക്ക് പത്തേമാരി കയറുന്ന ആദ്യ മലയാളികളിൽ ഒരാളായി അങ്ങനെ കൊടുങ്ങല്ലൂരുകാരൻ മമ്മൂഞ്ഞി മാറി. മുസിറിസ്, ഇന്നത്തെ കൊടുങ്ങല്ലൂർ. ആ തീരത്ത് നിന്ന് പത്തേമാരി കയറി ഒമാന്റെ ഭാഗമായ കോർഫുക്കാൻ തീരത്തേക്ക്. കച്ചവടത്തിന്റെ കഥകൾക്ക് കാറ്റിനേക്കാൾ വേഗമുണ്ടായിരുന്ന കാലം. കേരളം തേടി 7-ാം നൂറ്റാണ്ടിൽ വന്ന അറബികളുടെ കഥ. മുസിറിസ് കൊല്ലം തീരങ്ങളിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങളും മുത്തുകളും വാങ്ങാൻ വന്ന അറബികളുടെ കൂടെ അറബി നാട്ടിലേക്ക് പോകുമ്പോൾ 1000 സ്വപ്നങ്ങളായിരുന്നു മമ്മൂഞ്ഞിന്. കച്ചവടത്തിന് വന്ന അറബികളെ സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖമാരായാണ് പല മലയാളികളും കണ്ടത്. തമ്പ്രാന്റെ പാടത്ത് എല്ലുനുറുങ്ങി പണിയെടുക്കുന്ന ഉമ്മാനെ പൊന്നുപോലെ നോക്കണം, 4 ആളെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് പെങ്ങന്മാരെ കെട്ടിക്കണം. ഇതായിരുന്നു മമ്മൂഞ്ഞിന്റെ സ്വപ്നം. ഭാഷയറിയാത്ത അറബികളുടെ കൂടെ അങ്ങനെ മമ്മൂഞ്ഞ് കേട്ടറിഞ്ഞ അറബി നാട്ടിലേക്ക് യാത്ര തിരിച്ചു. പോകും മുമ്പ് കപ്പിത്താനായ ഇബ്നു അലി മമ്മൂഞ്ഞിനെ വിളിച്ച് ഒരു രഹസ്യ ചുമതല നൽകി. ഒരു പെട്ടി അയാൾ മമ്മൂഞ്ഞിനെ ഏൽപ്പിച്ചു. ആ പെട്ടി രഹസ്യമായി സൂക്ഷിക്കാൻ ഇബ്നു അലി ആംഗ്യം കാട്ടി. ഇതൊരു സാധാരണ പെട്ടിയല്ല. കടലിലെ തിരമാലകളും രാത്രികളും പകലുകളും മഴയും കാറ്റും പ്രതിബന്ധങ്ങളായി. ഛർദിച്ച അവശനായ മമ്മൂഞ്ഞിനെ കണ്ട് ഇബ്നു അലി കൈകൊണ്ട് ആംഗ്യം കാട്ടി. ഭയപ്പെടേണ്ട. കപ്പലിലെ കട്ടൻ ചായയും ഉണക്കമീനും ഏതോ ഒരു തരം ഈത്തപ്പഴത്തിന്റെ രുചിയും മമ്മൂഞ്ഞിന്റെ വിശപ്പകറ്റി. 35-ാം ദിവസമാണ് കപ്പൽ കോർഫുക്കാൻ തീരത്തടുക്കുന്നത്. സംസ്കാരം കൊണ്ടും സ്വാധീനം കൊണ്ടും ഒമാന്റെ ഭാഗമായിരുന്നു ഇന്ന് യുഎയുടെ ഭാഗമായ ആ തീരം. ഒടുവിൽ ആ പെട്ടിയുമായി മമ്മൂഞ്ഞ് ആ മരുഭൂമിയിൽ കാലുകൊത്തി. ആദ്യ മലയാളി. ഇബ്നു അലു അവനെയും ചേർത്ത് പിടിച്ചു നടന്നു. മുന്നിലുള്ള ഒരു വലിയ വ്യാപാരിയുടെ മുന്നിലെത്തിയപ്പോൾ തന്റെ കയ്യിലുള്ള പെട്ടി തുറക്കാൻ ഇബ്നു ആവശ്യപ്പെട്ടു. മമ്മൂഞ്ഞ പെട്ടി തുറന്നു. നിറയെ കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും. കേരളത്തെ ഇന്നത്തെ കേരളമാക്കാൻ ആ ഗൾഫും, ആ മരുഭൂമിയെ ഇന്നത്തെ ഗൾഫാക്കാൻ നമ്മളും പരസ്പരം സഹായിച്ചു. ആ സൗഹൃദം നൂറ്റാണ്ടുകൾ നിലനിന്നു.